മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, എല്ലാവരും ശ്രദ്ധിക്കൂ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രണ്ടാം ഖലീഫയാണ്. അദ്ദേഹം നാട് ഭരിക്കുന്ന കാലത്ത് ഒരാള് വന്ന് മുസ്ലിമായി. രാജാവാണ് ആള്. ജബല എന്നാണ് അയാളുടെ പേര്. ജബലത്ത് ഇബ്നുൽ ഐഹം. ഇയാൾ വന്ന് മുസ്ലിമായി. മുസ്ലിമായ സമയത്ത് ജബലത്ത് ഇബ്നുൽ ഐഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൂടെ ഹജ്ജിന് വേണ്ടി ഇങ്ങനെ ചെല്ലുകയാണ്. ഹജ്ജിന് വേണ്ടി ചെന്നപ്പോ തവാഫ് ചെയ്യാണ്. നിങ്ങളെയൊക്കെ മനസ്സിലിങ്ങനെ വരുന്നുണ്ടാവും. ഇപ്പൊ ഉംറക്കും ഹജ്ജിനൊക്കെ പോയിട്ട് തവാഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ജനങ്ങളും ഉണ്ടാവും. തവാഫ് ഇങ്ങനെ കഅബയുടെ മുമ്പിൽ ചെല്ലും. നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവും. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു ഒരു കഥയിൽ കാണാൻ കഴിയും. ഒരിക്കൽ ഒരാള് തൻ്റെ ഭാര്യയോട് നിന്റെ 3 ത്വലാഖും ഞാൻ ചൊല്ലി എന്ന് പറഞ്ഞു. എങ്ങനെയല്ല എങ്കിൽ ഞാൻ മാത്രം ചെയ്യുന്ന ഒരു ഇബാദത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോകത്ത് ഞാൻ മാത്രം, വേറെ ഒരാളും ചെയ്യാത്ത ഒരു ഇബാദത്ത്. അങ്ങനെ മഹാന്മാരായ ഉലമാഇന്റെ അടുക്ക ചെന്നോ പറഞ്ഞു. അപ്പൊ ഇയാള് ഇനിയിപ്പോ എന്താ ചെയ്യുക? ലോകത്ത് ഇപ്പൊ ഇയാൾ നിസ്കരിക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇയാൾ സ്വതക്ക കൊടുക്കാന്ന് വിചാരിക്കുക, ഇയാൾ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെയാണ് വേറെ ഒരാളും ആ സമയത്ത് സ്വതക്ക കൊടുക്കുന്നില്ല, വേറെ ഒരാളും ആ സമയത്ത് വേറെ നിസ്കരിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. എന്ത് ചെയ്യും? അവസാനം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞു എന്നാണ്, തൽക്കാലം കഅബയുടെ ആ മുമ്പിൽ നിന്ന് എല്ലാവരെയും ഒന്ന് മാറ്റുക. ഇയാള് മാത്രം 7 തവണ കഅബാലയം ചുറ്റുക. അപ്പൊ അയാള് മാത്രം ചെയ്യുന്ന ഒരു ഇബാദത്താവും. അതല്ലാത്ത ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ സവിധത്തിൽ ആളുകളുണ്ട്. അവിടെ നിസ്കാരങ്ങളും തവാഫുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജബലത്ത് ഇബ്നുൽ ഐഹം തവാഫ് ചെയ്യുമ്പോൾ അയാളുടെ വസ്ത്രത്തിൽ പിറകിൽ നിന്നൊരു പാവപ്പെട്ട മനുഷ്യൻ ചവിട്ടുകയാണ്, അറിയാതെ ചവിട്ടുകയാണ്. ചവിട്ടിയപ്പോൾ ജബല തിരിഞ്ഞു നോക്കി. പാവപ്പെട്ട ഒരാളാണ്. ജബലയുടെ മനസ്സ് വല്ലാതെ ദേഷ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ ഫഖീറായ മനുഷ്യനെ ജബല അടിക്കുകയാണ്. ശക്തമായിട്ടൊരടി കൊടുത്തപ്പോൾ പാവപ്പെട്ട ആ മനുഷ്യൻ താഴേക്ക് വീണുപോയി. വീണിട്ട് അയാളുടെ ശരീരത്തിൽ നിന്ന്, അയാളുടെ മൂക്കിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുമ്പോ, പടച്ചവനെ ഞാൻ ആരോടിത് പറയുമെന്നറിയാതെ ഒരുപാട് സമയം കരഞ്ഞു നിന്ന ആ മനുഷ്യൻ ചെല്ലുന്നത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ്. ഉമർ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ സൽസ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നീതിയെ നടപ്പിലാവും. നീതി എന്ന് പറയുന്നത് നല്ല സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്നതാണ്. നീതി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇസ്ലാമിക ഭരണകൂടത്തിൽ ആ നീതി നമുക്ക് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എടുത്തത് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഔറംഗസീബ് എന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും. മുഗൾ ചക്രവർത്തിമാരിൽ പ്രമുഖനാണ്. ഞാൻ അത് പ്രത്യേകമായിട്ട് ഉദ്ധരിക്കാൻ കാരണം എന്താണ്? സംഘ് പരിവാർ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന, ഇന്ത്യയുടെ ചരിത്രത്തെ മോശമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അവർ ലക്ഷ്യം വെക്കുന്ന ഒരു ചക്രവർത്തിയാണ് ഔറംഗസീബ്. സത്യത്തിൽ എന്താണ്? ഔറംഗസീബ് മുഗൾ ചക്രവർത്തിമാരിലെ ഏറ്റവും വലിയ നീതിമാനായിരുന്നു. അദ്ദേഹത്തിന്റെ കഥയിൽ കാണാൻ കഴിയും. ഔറംഗസീബിന്റെ കൊട്ടാരത്തിന്റെ പുറത്ത് പൊതുജനങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പിടിക്കാൻ ഒരു ചങ്ങലുണ്ടായിരുന്നു എന്നാണ്. ആ ചങ്ങലയിൽ പിടിച്ച് കുലുക്കിയാൽ ഔറംഗസീബിന്റെ അടുക്കലുള്ള ഒരു വലിയ മണിയടിക്കും. ആ പൊതുജനങ്ങളിൽപ്പെട്ട ആർക്കും ആ മണിയടിക്കാം. അവരേതെങ്കിലും വിഷയത്തിൽ ന്യായാധിപന്മാരിൽ നിന്നോ, ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ, പട്ടാളക്കാരിൽ നിന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ വല്ല അനീതിക്കും ഇരയായിട്ടുണ്ട് എങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ ചങ്ങലയിൽ പിടിച്ച് കുലുക്കാമായിരുന്നു എന്നാണ്. ഔറംഗസീബിന്റെ അടുക്കൽ എത്ര ആളുകൾ വന്നിരുന്നു. സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സ് കീഴടക്കിയ കഥ പറയാറുണ്ട്. നമ്മൾ പറയും സലാഹുദ്ദീനെ പോലെയുള്ള ഒരാള് വരണം ഈ ഇസ്രായേലിന്റെ എല്ലാ അതിക്രമങ്ങളെയും തകർത്തെറിയാമെന്ന്. പക്ഷെ നമ്മൾ ചിന്തിക്കാറുണ്ട്, സലാഹുദ്ദീൻ അയ്യൂബി അവിടെ വലിയ വാളും പരിചയും കുന്തവും ഒക്കെയായിട്ട് പോയി ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടല്ല ഖുദ്സിന്റെ മണ്ണിൽ മോചനം നേടിയത്.
ചരിത്രം എന്താ പറയുന്നത്? ഖുദ്സിന്റെ മണ്ണ് മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് ശത്രുക്കൾ പിടിച്ചെടുക്കുമ്പോ സലാഹുദ്ദീൻ അയ്യൂബിയുടെ തൊട്ടു മുമ്പ് കുരിശ് പടയാളികൾ ഖുദ്സിന്റെ മണ്ണ് പിടിച്ചെടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെയാണ് കൊന്നൊടുക്കിയത്. ഖുദ്സിന്റെ മണ്ണ് ചോരക്കളമായി എന്നാണ് ചരിത്രം പറയുന്നത്. ചോരപ്പുഴ ഒഴുകി, മനുഷ്യ ശരീരങ്ങൾ, കബന്ധങ്ങൾ കുമിഞ്ഞുകൂടി. അത് കഴിഞ്ഞ് സലാഹുദ്ദീൻ അയ്യൂബി കുരിശ് പടയാളികളുമായിട്ട് പോരാടുമ്പോ എണ്ണൊക്കെ വളരെ കുറവാണ്, 300 ചില്ല ആളുകളൊക്കെ ഉള്ളൂ എന്നാ പറയുന്നത്. കുരിശു പടയാളികളെ എല്ലാം തകർത്തെറിഞ്ഞ് മഹാനുഭാവൻ ജെറൂസലേമിന്റെ മണ്ണിൽ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്ന സമയത്ത്, തന്റെ ഭരണസാരഥ്യം അവിടെ സ്ഥാപിക്കുന്ന സമയത്ത് ഒരാളും കൊല്ലപ്പെട്ടില്ല. എല്ലാവർക്കും സന്തോഷായി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപദേഷ്ടാവ് ജൂതനായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം അവരോട് വിവേചനം കാണിച്ചില്ല. ജെറൂസലേമിൽ താമസിച്ചിരുന്ന പട്ടാളക്കാരായിരിക്കുന്ന ആളുകളിൽ, ആ നാട്ടുകാരിൽ നിരവധി ക്രൈസ്തവരുണ്ടായിരുന്നു. സലാഹുദ്ദീൻ അയ്യൂബി അവരോട് പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളൂ, വേണമെങ്കിൽ ഇവിടെ താമസിച്ചോളൂ. മോചനദ്രവ്യം നൽകാൻ കഴിയാത്ത ആളുകൾക്ക് സലാഹുദ്ദീൻ അയ്യൂബിയും തന്റെ സഹോദരനും മോചനദ്രവ്യം സ്വന്തം കീശയിൽ നിന്നെടുത്ത് നൽകി എന്നാണ് പറയുന്നത്. പിന്നെയും ലോകവൻശക്തികളുടെ പട്ടാളക്കാർ, റിച്ചാർഡ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സലാഹുദ്ദീൻ അയ്യൂബിക്കെതിരായി പോരാട്ടത്തിന് വന്നപ്പോഴും അവരോട് സന്ധി ചെയ്യാൻ തയ്യാറായി. അവരുടെ കുതിരകൾക്ക് പകരം നല്ല കുതിരകളെ കൊടുത്തയച്ചു. അവർക്ക് രോഗം വരുമ്പോ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വൈദ്യന്മാരെ ശത്രുപക്ഷത്തുള്ളവരുടെ നേതാക്കളെ ചികിത്സിക്കാൻ വേണ്ടി കൊടുത്തയച്ചു. ഇതാണ് സ്നേഹം, ഇതാണ് നീതി, ഇതാണ് സൽസ്വഭാവം. എല്ലാവരും സലാഹുദ്ദീൻ അയ്യൂബിയുടെ കീഴിൽ വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും, ഹജ്ജിന് വേണ്ടി പോയപ്പോഴുണ്ട് മഹാനവറുകൾ ഇങ്ങനെ കാണുകയാണ്, ജോലിയെടുക്കുന്ന ആളുകൾ, പണിക്കാരായിരിക്കുന്ന ആളുകൾ യജമാനന്മാരുടെ മുമ്പിൽ ഇങ്ങനെ ഓച്ചാനിച്ചു നിൽക്കുന്നു. ഒരു നിയമം അങ്ങോട്ട് പാസ്സാക്കി, എല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. എന്റെ നാട്ടില് യജമാനന്മാരും അടിമകളും തൊഴിലുടമകളും തൊഴിലാളികളും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ഈ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ് ജബലയുടെ അടി വാങ്ങിയ ആ പാവപ്പെട്ട മനുഷ്യൻ കടന്നു ചെല്ലുന്നത്. അദ്ദേഹം ചെന്നിട്ട് പരിഭവം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എന്നെ ഇതാ അടിച്ചിരിക്കുന്നു ഇയാൾ, എന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ട് അമീറുൽ മുഅ്മിനീൻ, ഞാൻ വല്ലാത്ത വേദനയിലാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയാമല്ലോ, ജബല ബുസ്രയിലെ ഭരണാധികാരിയാണ്, പട്ടാളവും പരിവാരവും ഉള്ളയാളാണ്. ഉമർ റളിയല്ലാഹു അൻഹു ജബലയെ വിളിച്ചു. ജബല വിചാരിച്ചു എന്തെങ്കിലും ഒരു പദവി തനിക്ക് തരാനാണ് എന്ന്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ജബലയോട് ചോദിക്കുന്നു, ജബല, ഈ മനുഷ്യനെ നിങ്ങൾ അറിയുമോ? അതേ, എനിക്കറിയാം. നിങ്ങൾ ഇയാളെ അടിച്ചുവോ? അതെ, ഞാൻ അടിച്ചു. എന്താണ് നിങ്ങൾ അടിക്കാനുള്ള കാരണം? ഇയാൾ എന്റെ വസ്ത്രത്തിൽ ചവിട്ടി. വലൗലാ ഹുർമത്തുൽ ബൈത്ത്, എന്റെ ആ കഅബാലയത്തിന്റെ പവിത്രതയെ ഞാൻ പരിഗണിച്ചില്ലായിരുന്നുവെങ്കിൽ ലളറബ്തു ഉനുഖഹു, അയാളുടെ പിരടിയെ ഞാൻ വെട്ടിക്കളയുമായിരുന്നു. റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജബല, എന്നാൽ നിങ്ങൾക്കെതിരായി നടപടിയെടുക്കാൻ പോവുകയാണ്. ജബല അത്ഭുതത്തോടെ ചോദിക്കുന്നു, എനിക്കെതിരെ നടപടിയെടുക്കുകയോ? വഅന മലിക്കുൻ, ഞാൻ രാജാവായിരിക്കെ എങ്ങനെയാണ് എനിക്കെതിരെ നടപടിയെടുക്കുന്നത്? ജബലയോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, ജബല, ഇസ്ലാമിൽ പ്രജ എന്നില്ല, ഇസ്ലാമിൽ രാജാവ് എന്ന വ്യത്യാസമില്ല, ഇസ്ലാമിൽ അടിമയോ ഉടമയോ നിയമത്തിന്റെ മുമ്പിൽ വ്യത്യാസമുള്ളവരല്ല. ഇന്നൽ ഇസ്ലാം ഖദ് സാവാ ബൈനക വ ബൈനഹു, ഇസ്ലാം നിങ്ങളുടെയും അവരുടെയും ഇടയിൽ പരിശുദ്ധമായ ഇസ്ലാം തുല്യത നൽകിയിട്ടുണ്ട് ജബല. അതുകൊണ്ട് നിങ്ങൾക്കെതിരായി നടപടിയെടുക്കാൻ പോവുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കർശനമായി ഇത് പറഞ്ഞപ്പോൾ
പിന്നെ ജബലക്കൊന്നും പറയാനില്ല. ജബല പറഞ്ഞു, എന്നാൽ ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം. ഈ പാവപ്പെട്ട ഫഖീറായ മനുഷ്യന് പണം ആവശ്യമുണ്ടായിരുന്നില്ല. എന്നെ കഅബയുടെ അടുക്കൽ വെച്ച് അടിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ അതിന് പ്രതികാര നടപടി ചെയ്യുക തന്നെ ചെയ്യും. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, ജബല പറയുകയാണ്, എന്നാൽ ഖലീഫ, ഇന്നത്തെ അടി നിങ്ങൾ നാളേക്ക് നീട്ടിവെക്കുമോ? അടി കിട്ടുന്ന ഉറപ്പാണ്. ഇന്നത്തെ ആ അടി തൽക്കാലം നാളെ വന്ന് ഞാൻ മേടിച്ചോളാം. അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യന് തോന്നി, അത് നല്ലൊരു ഐഡിയ ഉണ്ടല്ലോ. ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്ര ശക്തിയിൽ കൊടുക്കാൻ കഴിയില്ല, നാളെ തൽക്കാലം അടിക്കാം. അങ്ങനെ ജബല തൽക്കാലം രക്ഷപ്പെട്ടു. ജബല രക്ഷപ്പെട്ടത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടാണ്. ജബല ആരും കാണാതെ തന്റെ നാട്ടിലേക്ക് പോവുകയും അയാൾ മുർത്തദ്ദായി പോവുകയും ചെയ്തു എന്നാണ് ചരിത്രം.